ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 121 അധ്യായം അതിൻ്റെ 1 വാക്യപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇന്ന് നമ്മൾ എല്ലാവരും ഒട്ടുമിക്ക പേരും ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ, എനിക്ക് ചില കഷ്ടങ്ങൾ വരുമ്പോൾ, എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ വന്ന് ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നുള്ളത്. അതിന് കർത്താവ് വ്യക്തമായിട്ട് നമുക്കൊരു മറുപടി 2 വാക്യത്തിൽ വ്യക്തമായിട്ട് നമുക്ക് തരുന്നുണ്ട്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നുള്ളത്. നമുക്ക് ആശ്രയമുള്ളത് നമുക്ക് യഹോവയിലാണ്, നമ്മുടെ കർത്താവിലാണ് നമുക്ക് ആശ്രയമുള്ളത്. നമ്മുടെ പ്രയാസം, നമുക്ക് ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം, നമ്മുടെ സകല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മനുഷ്യനാണ്, നമുക്ക് എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകും. കർത്താവ് അനുഭവിച്ച വേദനകളൊക്കെ നമുക്കറിയാം. എത്ര പേരിൽ നിന്ന് നിന്നാപാത്രമായി അവൻ തീർന്നു. എല്ലാവരും അവനെ ക്രൂശിക്കുക എന്നവനെ പറഞ്ഞു. എല്ലാവരും അവനെ പരിഹസിച്ചു. പക്ഷേ അവനെ ദൈവം അത്രത്തോളം ആ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയെങ്കിലും ഒരു ഉയർപ്പ് അവന് വേണ്ടി ദൈവം അവൻ്റെ പിതാവ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതുപോലെയാണ് നമുക്ക്. കർത്താവ് അനുഭവിച്ച വേദനയൊന്നും നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടില്ല. നമ്മളെ ഉറപ്പായിട്ടും ദൈവം നമുക്ക് വചനത്തിൽ കൂടെ തന്നെ അതിനുള്ള മറുപടി നമുക്ക് തരുന്നുണ്ട്. യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ ഏത് പ്രയാസങ്ങളായിക്കോട്ടെ, എന്ത് വിഷയങ്ങളായിക്കോട്ടെ, ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ മുഴങ്കാൽ മടക്കി ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്ന് നിന്നാൽ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ അവനോട് നമ്മൾ പറഞ്ഞാൽ, മനുഷ്യരോടൊന്നും പറയേണ്ട ഒരു കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. കർത്താവ് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 1 വാക്യപ്രകാരം പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രാർത്ഥന ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരിലൊക്കെ നമ്മൾ ആശ്രയം നമ്മൾ തേടിപ്പോകും. നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് ആശ്രയത്തിന് നമ്മൾ പോകും. പക്ഷെ നമ്മുടെ മുമ്പിൽ നമുക്കുള്ള മാർഗമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ വചനം, ആ വചനത്തെ നമ്മൾ വിളിക്കാതെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പോകുന്നത്. പലപ്പോഴും നമ്മളെ തള്ളിക്കളയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4 അധ്യായം അതിൻ്റെ ആ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ 5, 6, 7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോഴും സന്തോഷിപ്പിനെന്ന് പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല